ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ വ്ളോഗ്സൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ആയിട്ട് പറഞ്ഞില്ലേ, ഞാനൊരു നല്ല ശീലം തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു ചെറിയൊരു മനസ്സ്, പൂർണ്ണമായിട്ടും 100% ഞാൻ എൻ്റെ മനസ്സ് വില്ലിങ് ആയിട്ടില്ല. കാരണം വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതിനോടൊരു ഡെഡിക്കേഷൻ വേണം, വെയിറ്റൊക്കെ പെട്ടെന്ന് കുറഞ്ഞ് കിട്ടണമെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് വില്ലിങ്ങൊന്നും ആയിട്ടില്ല. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഒരു മിനി വ്ളോഗ് ഇട്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ കാണാം. നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് ഒരു ദിവസം കയറി എല്ലാ ഫുഡും കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നും. അതിന് പകരം നമ്മൾ ആദ്യം വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് കമൻറ്റ് വന്നായിരുന്നു, എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് ചേച്ചിയെന്ന് ചോദിച്ചിട്ട്. അപ്പം വെള്ളം കുടിക്കേണ്ടത് ഒരു 20 കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു 1 ലിറ്റർ വെച്ച് വെള്ളം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ടോ അതനുസരിച്ച് 20 കിലോ വെച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 60 കിലോ ആണെങ്കിൽ 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടി വരും. ആ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ലഞ്ചിന് മുൻപ് പകുതി കുടിച്ച് തീർക്കുക, ലഞ്ച് കഴിഞ്ഞിട്ട് പകുതി കുടിക്കുക, പിന്നെ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് വെള്ളം കൂടി സ്റ്റോപ്പായി കിട്ടണം. അപ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് തീർക്കണം കേട്ടോ. പിന്നെ വെയിറ്റ് കുറയണതിനനുസരിച്ച് നമ്മുടെ വെള്ളം കുടിക്കാനുള്ള ആ ലിറ്റർ കണക്കൊന്ന് കുറച്ചിട്ട് വരാം നമുക്ക്. ഇപ്പം ഇത്രയും കാര്യം മനസ്സിലായി. ഇങ്ങനെ ഓരോരോ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കുടംപുളി നമുക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മ അതൊക്കെ എല്ലാവരും ഓരോരോ പണികളിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അന്ന് വെച്ച ചീരത എത്രയും വലുതായിട്ടാണ്. അതിൻ്റെ ലീഫൊക്കെ കണ്ട വലുതായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് മണ്ണുത്തിന്ന് വാങ്ങിച്ച അമ്പഴാന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ളോഗിലൊക്കെ. അപ്പോൾ അതിലും അമ്പഴമൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ കാരണം കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. ഇത് 2ാമത്തെ വട്ടമാണ് നമുക്ക് ഇതിൽ അമ്പഴം ഉണ്ടാവുന്നത്. നമ്മുടെ വ്ളോഗിൽ എനിക്ക് കൃഷി ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. മണ്ണും പച്ചപ്പും കൃഷി ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമായ കാരണം കൃഷി റിലേറ്റഡ് ആയ വീഡിയോസ് വരും. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ചെറിയൊരു ചാനലാണ്, നിങ്ങൾ വിചാരിച്ചാൽ അത് വലിയൊരു ചാനലാവുള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിവിടെ തന്നെ മുളച്ചുണ്ടായ പപ്പായാണ് കേട്ടോ. ഇതിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നിറച്ചും മുളക് വെച്ച് പിടിപ്പിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഇതും ആദ്യമായിട്ട് ഫ്ലവറിങ് നടന്നിട്ട് അതിലെ മുളകുകളാണ് കേട്ടോ. ഫസ്റ്റത്തെ വിളവെടുപ്പാണിത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് ഒരു 5-6 കിട്ടിയായിരുന്നു. അപ്പോൾ അതേ അമ്മ അപ്പോഴേക്കും കുടംപുളിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ കൊഴുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെയാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ തല കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വേഗം തന്നെ ചേട്ടൻ കടയിൽ പോണതിന് മുൻപ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. ഇത് ക്ലീനിങ് കുറച്ച് ടാസ്കല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ കൊഴുവ ക്ലീൻ ചെയ്യാനായിട്ട്. ചേട്ടൻ പറയും എൻ്റെ അടുത്ത് അതുപോലെ ചക്ക നന്നാക്കുക, കൊഴുവ ക്ലീൻ ചെയ്യുക, അതൊക്കെ ആർക്കും ഇഷ്ടമില്ലാത്ത പണികളൊക്കെ എനിക്കിഷ്ടം എന്ന് പറയും, കളിയാക്കാറുണ്ട്. ഇന്നലെ നൈറ്റ് എനിക്ക് കുറച്ച് പെയിനായിരുന്നു ബോഡിയൊക്കെ, എന്ന് വെച്ചാൽ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും പെയിനല്ലേ ബോഡിയൊക്കെ, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ആൾ കടയിൽ പോണതിന് മുൻപ് ഇതൊക്കെ ചെയ്തു തരും കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തിയും പൂരിയും ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നോക്കിയപ്പോൾ ചേട്ടൻ കൊഴുവൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ ബ്ലോക്കായപ്പോൾ അത് ഇങ്ങനെ കുത്തി ശരിയാക്കണതാണ്. അപ്പോൾ അതേ കൊഴുവ ഒരു വലിയ ചട്ടിയാണ് കേട്ടോ. അതിൽ അത്യാവശ്യം കൊഴുവുണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട്. വാഴക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കേന്ന് ഇങ്ങനെ വെട്ടിയെടുക്കണ കാരണം ചേട്ടാ ബാക്കിൽ റംബൂട്ടാണ്ട് കേട്ടാ, ശ്രദ്ധിക്ക്. അയ്യോ റംബൂട്ടാൻ നല്ല വെയിറ്റ് ഉണ്ടല്ലേ, വെള്ളം കയറിയിട്ടാവോ?
പിന്നെ അതുപോലെ തന്നെ കോഴി വളർത്തലിൽ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ് ഞങ്ങൾ. അപ്പം അതിൻ്റെ റിലേറ്റഡായ വീഡിയോസും ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ. പിന്നെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസിൻ്റെ റീൽസ് ഞങ്ങൾ കുറച്ച് വീട്ടമ്മമാർ കൂടിയിട്ട് ഒരു 3 പേരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾ പോസ്റ്റാക്കിയപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി. പിന്നെ ഒരു എൻജോയ്മെൻറ്റ് ഞങ്ങൾക്ക് ഈവനിങ്ങിലൊന്ന് തമ്മിൽ കാണാനും കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഭയങ്കര ഞങ്ങളൊരു 3 ആളുണ്ട്. 3 ആൾ ഒരേ വൈബാണ്. അത് കാരണം അങ്ങനെ പോണു കേട്ടോ. പക്ഷേ അതിൽ ഒരു ഷോർട്ട് ഹെയർ ആയിട്ടൊരു കുട്ടിയുണ്ടല്ലോ, അവൾക്ക് ജോലിയായി. അപ്പം പിന്നെ ഇനി അവളുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ 2 പേരുണ്ടാവും. അതിലൊരാളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇപ്പം അവൾ നിൽക്കണോടത്തു നിന്ന് വേറെ കുറച്ച് അകലേക്കാണ് അവൾ പോകാൻ പോണത്. അപ്പം ഇനി അവൾ എത്ര നാളുണ്ടാവും അറിയില്ല. എങ്കിലും ഡാൻസ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. വലുതായിട്ടൊന്നും അറിഞ്ഞിട്ടല്ല, ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഡാൻസൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 2 പപ്പായയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെയിറ്റ് ലോസിലേക്ക് വരാം. വെയിറ്റ് ലോസ് ഞാൻ മിനി വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. അമ്മയ്ക്ക് പപ്പായം നല്ല ഇഷ്ടമായി. അത് കാരണം അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു വേഗം. ആമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആമിക്കുട്ടി ഇങ്ങനെ കളിക്കണതും സെറ്റിയുടെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ വീഴുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് അമ്മാമ്മ നോക്കിയിരിക്കുന്നത്. വെയിറ്റ് ലോസൊക്കെ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് ഞാനൊരു 52 കിലോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, അയ്യോ ഇത്ര വണ്ണം കുറയ്ക്കേണ്ട, വണ്ണം ഉള്ളതാ ഭംഗി. ചിലർ പറഞ്ഞു വണ്ണം കുറഞ്ഞതാ ഭംഗി. അങ്ങനെ എന്ത് ചെയ്താലും 2 ഇതുണ്ടാവുമല്ലോ, 2 കൂട്ടരുണ്ടാവുമല്ലോ. അപ്പോൾ ചേട്ടൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ കടയിൽ പോകാൻ കേട്ടോ. ഈ ഒരു ആളുണ്ടല്ലോ, ഈ ഒരു ആൾ എനിക്കിങ്ങനെ ബാക്ക് ബോണായിട്ട് നിൽക്കണ കാരണമാണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, എനിക്ക് കോഴി വളർത്തൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം എൻ്റെ കൂടെ കൂടി അതുപോലെ അടുക്കളത്തോട്ടം അത് ചെയ്ത് ചേട്ടനും അത് ഇഷ്ടമായി. അങ്ങനെ ഈ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതം വേറെ തരത്തിലായി പോയാനെ. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ അംഗീകരിച്ച് നമുക്കത് ചെയ്തു തരാൻ മനസ്സുള്ളൊരു പാർട്ട്ണറും കൂടി വരുമ്പോഴായിരിക്കും നമുക്ക് ലൈഫ് കളറാവുക അല്ലേ. അപ്പോൾ ഇതൊന്നും അല്ലാത്ത ഒരാളെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം ഞാൻ പറയാട്ടെ. പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ, ഈ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ, അത് വിശപ്പ് കുറയ്ക്കും ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ. പിന്നെ നമുക്ക് ബാഡായിട്ട് നിൽക്കണ ഫാറ്റുകളുണ്ടല്ലോ, അത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു അഴുക്കുകളൊക്കെ അതിക്കൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയും കേട്ടോ. പിന്നെ വിശപ്പ് കുറയ്ക്കാൻ ഇങ്ങനെ ഇടവേളകൾ ഇട്ട് ഒരൊറ്റടി 1 കപ്പ് വെള്ളം കുടിക്കുകയല്ലാണ്ട് ചെയ്യട്ടോ. ഒരു 2 കവിള് വെള്ളമൊക്കെ കുടിച്ചാൽ മതി. അല്ലെങ്കിൽ 1 കവിള് കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിങ്ങനെ ഉച്ചയ്ക്ക് മുൻപ് നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഹാഫ് തീർക്കുക. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കുടിച്ച് തുടങ്ങുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുൻപ് അത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കോവയ്ക്ക, പപ്പായ, പിന്നെ വഴുതനങ്ങ, അതൊക്കെ ഞാൻ കവറിലാക്കിയിട്ടുണ്ട്. പപ്പായ അല്ല, കോവയ്ക്കും വഴുതനങ്ങയും കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കൃഷിയുടെ കാര്യം പറഞ്ഞതേ, ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. എൻ്റെ വിളവെടുപ്പിൻ്റെ സന്തോഷമൊക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് വാട്സപ്പിൽ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ ചെയ്യണ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ കുറച്ച് ഗ്രോ ബാഗ്സൊക്കെ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ സമ്മതിച്ചില്ല. അപ്പോൾ അവൾ എന്നോട് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, ആൾ സമ്മതിക്കണില്ല, വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞേന്ന്. അതങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെയും ആൾക്കാരുണ്ട്. നമുക്കും അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോട് റിലേറ്റഡ് ഒക്കെ ആയിട്ടൊരു കമൻറ്റ്, വീട്ടിൽ എല്ലാവരും അത് നശിപ്പിച്ച് കളയും എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തൊരു പാർട്ട്ണറാണെങ്കിൽ നമ്മുടെ ലൈഫേ കട്ടപ്പോകാല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമായിരിക്കും നമ്മൾ ജീവിച്ച് പോവുക. അപ്പം അങ്ങനെ. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിമാരും അനിയത്തിമാരും അവർക്കൊരു മാതൃകയാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ചെയ്യണ കണ്ടിട്ട് എത്ര പേരാ ഈ ഭാഗത്ത് കൃഷി തുടങ്ങണേന്നറിയോ. എന്നേലും എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാർ, എൻ്റെ ഏജിലുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാവരും ഒരു
ഒരു 5-6 പേരെ എനിക്ക് പറയാം എൻ്റെ കൃഷി കണ്ടിട്ട് കൃഷി തുടങ്ങിയവർ. പിന്നെ ചാനലിൽ കൂടെ കണ്ടു തുടങ്ങിയത് അങ്ങനെ ആൾക്കാരുണ്ടാവുമല്ലോ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ഒരു തൈ നട്ടത്. അത് ഞാനൊരു റോസച്ചെടിയാണ് നട്ടത് വീട്ടിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പൂങ്കാവനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പോണവരൊക്കെ എന്താ പറയുക, റോഡിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു. പഴയ വീട് അങ്ങനെയായിരുന്നു, റോഡിനോട് ചേർന്നായിരുന്നു. അതിൽ പോണവരൊക്കെ കയറി ചോദിക്കും, അതിൻ്റെ ചെടിയുടെ കമ്പ് തരുമോ, ഇത് തരുമോ. എല്ലാവർക്കും ഞാൻ കൊടുക്കൂട്ടാ. ഞങ്ങൾക്ക് ഇങ്ങനെ കൃഷി കുടുംബമായ കാരണം ചാണകം, ഗോമൂത്രം ഒക്കെ സുലഭമായിട്ട് കിട്ടണ കാരണം ഇതൊക്കെ അന്നും അപ്പാപ്പനൊക്കെ പറമ്പിൽ കൃഷി ചെയ്യണ കണ്ട പരിചയത്തിലൊക്കെ ഞാനും ഓരോന്നും ഇങ്ങനെ ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നതാണ് കേട്ടോ ഈ കൃഷി. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമാണ് എനിക്ക് സ്റ്റിച്ചിങ്. എൻ്റേതായ ഡ്രസ്സുകൾ ഒരുവിധമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അധികം റെഡിമെയ്ഡ്സ് ഇല്ല എനിക്ക് അധികം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ അധികം. അപ്പോൾ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമായി പപ്പായ. അമ്മൂസും ഞാനും ചേട്ടനും അമ്മേനും ഇവിടെ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർ. അച്ചൂസും ആമിക്കുട്ടിയും സെലക്റ്റീവാണ് കേട്ടോ. അവർക്ക് ചക്ക, മാങ്ങ, പഴം ഇതൊക്കെ അവർക്ക് ആമിക്കുട്ടിക്കും അച്ചൂസിനും ഭയങ്കര അറപ്പാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് അമ്മൂസ്. അമ്മൂന് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഓരോ ചിട്ടവട്ടങ്ങൾ. ഇനി നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ചോറിൻ്റെ അളവിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ചോറ് എങ്ങനെ എടുക്കണം, കറികൾ എങ്ങനെ എടുക്കണം എന്ന് അതിന് ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. ഞാൻ ഇങ്ങനെ വണ്ണം കുറയ്ക്കുന്ന സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉപ്പേരി വെച്ചിട്ടായാലും ഇങ്ങനെ പഴുപ്പിച്ചതായാലും വെയിറ്റ് ലോസിന് നല്ലതാണ് കേട്ടോ. പിന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിലുള്ള സംഭവങ്ങളില്ലേ, അതായത് പൊട്ടറ്റോ, കപ്പ, ഈ കൊള്ളി, ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, ഞങ്ങൾ കൊള്ളി എന്നാണ് അധികം പറയുക. അപ്പോൾ ആ കൊള്ളി, കപ്പ തന്നെയാണ് കേട്ടോ കൊള്ളി എന്ന് പറയുന്ന കൊള്ളി. അതുപോലെ മധുരം കിഴങ്ങ്, ചേമ്പ്, ചേന ഇതിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കണം. ഒറ്റയടിക്ക് നമ്മളൊന്നും കുറയ്ക്കരുത് കേട്ടോ. പയ്യെ കുറച്ചിട്ട് വരണം. വർക്കൗട്ട് എന്നും ചെയ്യണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ഡേ ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പ്രഖ്യാപിക്കാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. അതായത് ഒരുപാട് കഴിക്കില്ല, ഇഷ്ടമുള്ളതൊക്കെ ഒരു ചെറിയ അളവിൽ അങ്ങോട്ട് കഴിക്കാമല്ലേ നമുക്ക്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടുന്നുണ്ട് അതിൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. ഞാൻ 100% വില്ലിങ് ആയിട്ടില്ല കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഫുഡുകളൊക്കെ. അപ്പോൾ അതിനോടൊക്കെ കുറേശ്ശെ ആയിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വർക്കൗട്ട് എന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാൻ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നട്ടു കൊടുത്തായിരുന്നില്ലേ, കഴിഞ്ഞ ആഴ്ച നട്ടു കൊടുത്ത മുളകിൻ്റെ തൈകളാണ് ഇതൊക്കെ. മണ്ണായിട്ട് സെറ്റായിട്ടുണ്ട് അവർ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ, നല്ല ഗ്രോത്തിലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വളമിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എത്രയൊക്കെ പറയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാവില്ല. ആ സമയത്ത് ഞാൻ അത് മറന്നു പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അവലോകനമാണ് കേട്ടത് എന്നെ പറ്റിയുള്ളത്. നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഓൺ ആക്കുമ്പോൾ ഞാൻ വിചാരിച്ചതാവില്ല, വേറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. എനിക്ക് പറ്റാവുന്ന പോലെ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം. വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളൊന്ന് ഫ്രഷ് ആയിട്ടാണ്. ആമിക്കുട്ടി എൻ്റെ കൂടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു വർക്കൗട്ടിൻ്റെ. ഇന്നപ്പോൾ ഞാൻ വിഭാഷ വസുവിൻ്റെ മാത്രമല്ല വേറെ കുറച്ച് ബെല്ലി ഫാറ്റ് കുറയ്ക്കണ കുറച്ച് എക്സസൈസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡേയിൽ ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. പണ്ട് ഞാൻ ജിമ്മിലൊക്കെ പോയിരുന്ന സമയത്ത് 10 മണി തൊട്ട് 12 മണി വരെ ഞങ്ങൾക്ക് വർക്കൗട്ടായിരുന്നു. അതിൽ കുറേ വീട്ടമ്മമാരൊക്കെ കൂട്ടി ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഫ്രഷായിട്ട് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അത്യാവശ്യം പണികളുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അത്യാവശ്യം ആക്ടിവിറ്റീസുകളുണ്ട് നമുക്ക് എക്സ്ട്രാ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. മഴ ഒന്ന് മാറുകയാണെങ്കിൽ കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ വെള്ളത്തിലിട്ടുണ്ട്. അതൊക്കെ ചട്ടികളിൽ ചെറിയ പോട്ടുകളിലായിട്ട് നടാമെന്ന് വിചാരിക്കണേ. അപ്പോൾ കുറച്ചൊന്ന് വളർന്നതിന് ശേഷം പറമ്പിൽ കൊണ്ട് വെക്കാമല്ലോ. അപ്പോൾ ഒരു ചേട്ടനെ കൊണ്ട് ഒരു തടമൊക്കെ ഇടിപ്പിച്ചിട്ട് കുമ്മായൊക്കെ ഇട്ട് വെക്കണം. അപ്പോഴേക്കും
അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കോഴി വളർത്തൽ, കുക്കിങ്, ക്ലീനിങ്, അങ്ങനെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ വന്നുകൊണ്ടിരിക്കുക. അല്ല അമ്മിക്കുട്ടിയെ? പിന്നെ ആമിക്കുട്ടീനെ കമൻറ്റൊക്കെ ആമിക്കുട്ടി എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ കമൻറ്റ് വരുമ്പോൾ ഞാൻ ആമിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. വലിയ സന്തോഷമാണ് അത് കാണുമ്പോഴൊക്കെ. അല്ല ആമിക്കുട്ടിയെ? അങ്ങനെ അപ്പോൾ ഫ്രഷ് ആയാലും ഇനി കുറേ പണികളുണ്ടാവും. എന്നാലും പിന്നെ നമുക്ക് ഫ്രഷ് ആവാൻ വീണ്ടും ഓപ്ഷൻ ഉണ്ടല്ലോ. നൈറ്റ് ആകുമ്പോൾ വീണ്ടും ഫ്രഷ് ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. അല്ല അമ്മിക്കുട്ടിയെ? ബൈ.